ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെപ്ലർ ലോസ് ആണ്. കെപ്ലർ ലോസ്. കെപ്ലറിൻ്റെ 3 ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ പ്രൂഫ് അടക്കം. അതിലൊന്നാമതാണ് ലോ ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. രണ്ടാമത്തതാണ് ലോ ഓഫ് ഏരിയാസ്. മൂന്നാമത്തതാണ് ലോ ഓഫ് ഹാർമോണിക്സ്. ഓക്കെ, ഇപ്പോൾ ലോ ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്, ലോ ഓഫ് ഏരിയാസ്, ലോ ഓഫ് ഹാർമോണിക്സ്, ഇങ്ങനെ 3 ലോകളാണ് നമുക്ക് കെപ്ലറിൻ്റെ 3 പ്ലാനറ്ററി മോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ലോ ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റിൻ്റെ ഷേപ്പ് പറയുന്ന ലോ ആണ് ലോ ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലാനറ്റ് ഒരു സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പാത്ത്, അത് ഏത് പാത്തിലാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു റൂളാണ് അല്ലെങ്കിൽ ലോ ആണ് ലോ ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാത്ത് എന്ന് പറഞ്ഞത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിരിക്കും എന്നാണ് അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ഒന്ന്. അതായത് നമ്മളൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്കറിയാം എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ കേസിൽ 2 ഫോക്കസ് ആണുള്ളത്, അല്ലെങ്കിൽ ഫോക്കൈ. ആ 2 ഫോക്കൈ ആണ് ഈ കാണിച്ചിട്ടുള്ളത്, F1 ആൻഡ് F2. ഇപ്പോൾ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദ പ്ലാനറ്റ് ആർ റിവോൾവിങ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നു ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് ദ സൺ ആക്സ് വൺ ഓഫ് ദ ഫോക്കൈ. അതിൻ്റെ ഫോക്കയിൽ അല്ലെങ്കിൽ ഒന്നുകിൽ ഈ പൊസിഷൻ ആവാം അല്ലെങ്കിൽ ഈ പൊസിഷൻ ആവാം. അങ്ങനെ ഒരു പൊസിഷനിലുള്ള ഒരു സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എന്ത് ചെയ്യും, റിവോൾവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ഒരു ലോക്ക് പറയുന്ന പേരാണ് ലോ ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലോ വെച്ചിട്ട് നമുക്ക് ഓർബിറ്റിൻ്റെ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ദാറ്റ് ഈസ് എ എലിപ്റ്റിക്കൽ ഷേപ്പ്. ഇതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൂഫ് ഓഫ് ദ ലോ ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. പ്രൂഫ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ലഗ്രാഞ്ചിയൻ ഇക്വേഷനും കാര്യങ്ങളും വെച്ചിട്ടാണ്. നമുക്കറിയാം 2 പാർട്ടിക്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. അതിലൊന്ന് എന്ന് പറയുന്നത് സണ്ണാണ്, മറ്റത് പ്ലാനറ്റ് ആണ്. അപ്പോൾ 2 പാർട്ടിക്കിൾസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും സെൻട്രൽ ഫോഴ്സ് ഫീൽഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 പാർട്ടിക്കിളും നിൽക്കുന്നത്. സെൻട്രൽ ഫോഴ്സ് ഫീൽഡ്. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ കേസിലുള്ള കൈനറ്റിക് എനർജി എന്നുള്ളത് നമ്മൾ പോളാർ കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സണ്ണും ഒരു പ്ലാനറ്റും സെൻട്രൽ ഫോഴ്സ് ഫീൽഡിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ½ ഇൻറ്റു മ്യൂ ഇൻറ്റു r² θ.² പ്ലസ് r.². ഇതിൽ മ്യൂ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സൺ പ്ലസ് മാസ് ഓഫ് ദ പ്ലാനറ്റ് ഇൻറ്റു ആണ് ഇവിടെ വരുന്നത് mx പ്ലസ് mp. ഇതാണ് മ്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റിഡ്യൂസ്ഡ് മാസ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ ഇൻറ്റു മ്യൂ ഇൻറ്റു r² θ.² പ്ലസ് r.² എന്നതാണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു V ഓഫ് R. ആറിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ ലഗ്രാഞ്ചിയൻ ഇസ് ഈക്വൽ ടു L ഈക്വൽ ടു T മൈനസ് V. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു മ്യൂ ഇൻറ്റു r² θ.² പ്ലസ് r.² മൈനസ് V ഓഫ് R എന്നിതാ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണുള്ളത്. ഒന്ന് തീറ്റ എന്ന് പറയുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റും ഒന്ന് R എന്ന് പറയുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റും. നമ്മൾ ഫസ്റ്റ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതാണ്. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ടേംസ് ഓഫ് തീറ്റ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീറ്റൻ്റെ ടേംസിലാണ്. നമുക്ക് എന്ത് ചെയ്യുന്നത്, ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ മോഷൻ നമ്മൾ എഴുതുന്നത്. that is d divided by dt of
ഡോ എൽ ഡിവൈഡ് ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ടേം നമുക്ക് കണ്ടെത്തണം. ഡോ എൽ ഡിവൈഡ് ബൈ ഡോ തീറ്റ ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡോട്ട് എന്ന് കിട്ടും. ഡോ എൽ ഡിവൈഡ് ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ഡി ബൈ ഡി ടി ഓഫ് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഫ്രം ദിസ് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നതാണ്. സോറി ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. തൽക്കാലം ഇവിടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഇസ് എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് പറയാം. ഇസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് എ ജെ. ദാറ്റ് ഈസ് കോൾഡ് ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ആംഗുലർ വെലോസിറ്റി എന്നുള്ളൊരു ടേംസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ജെ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ. ഇനി ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ടേംസ് ഓഫ് ആറിൻ്റെ ടേംസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നമ്മൾ ഇതാണ്. സോ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ആർ ഡോട്ട് മൈനസ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഓരോ ടൈം നമുക്ക് കാണണം. ദാറ്റ് ഈസ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ആർ ഡോട്ട് ആദ്യം കാണാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ ഡോട്ട് എന്ന് വരും. ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ആറോ മ്യൂ ആർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് ഡോ വി ഡിവൈഡ് ബൈ ഡോ ആർ എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂ നമുക്ക് ഇതിൽ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ ഡി ടി ഓഫ് മ്യൂ ആർ ഡോട്ട് മൈനസ് മ്യൂ ആർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് ഡോ വി ഡിവൈഡ് ബൈ ഡോ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നെഴുതാം. നമുക്കറിയാം ജെ ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഫ്രം ദിസ് തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു ജെ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മ്യൂ ആർ ഡബിൾ ഡോട്ട് മൈനസ് മ്യൂ ആർ തീറ്റ ഡോട്ട് എന്നതിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. അതിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ സ്ക്വയർ ആർ ഇസ് ടു 4 പ്ലസ് ഡോ വി ഡിവൈഡ് ബൈ ഡോ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ ഡബിൾ ഡോട്ട് ഇവിടെ നിർത്താം, ബാക്കി ടൈംസിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. മ്യൂ ആർ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു ബാക്കിയുള്ള ടൈമിനെ അങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ഇത് മൈനസ് ഉള്ളത് എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ മ്യൂ ആർ അതിൽ ഇത് മ്യൂ ഇവിടുത്തെ മ്യൂ ക്യാൻസൽ ചെയ്തു, ഇവിടെ ആറും ഇവിടെ ആർ ക്യൂബും ക്യാൻസൽ ചെയ്തു, ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് ആർ ക്യൂബ് വരും. അപ്പോൾ ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ആർ ക്യൂബ് മൈനസ് ഡോ വി ഡിവൈഡഡ് ബൈ ഡോ ആർ എന്നെഴുതാം. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, വേറൊരു രീതിയിലേക്ക് ഞാൻ മാറ്റിയതാണ്. ദാറ്റ് ഈസ് മൈനസ് ഡോ ഡിവൈഡഡ് ബൈ ഡോ ആർ ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ആർ റേസ് ടു സ്ക്വയർ 2 ഉണ്ട്, 2 കൊടുക്കാം. ഓക്കെ. ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതി. മൈനസ് ഡോ വി ഡിവൈഡഡ് ബൈ ഡോ ആർ. അപ്പോൾ അത് മാറ്റി എഴുതി ഈ ഇക്വേഷൻ കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പോൾ മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ആർ ഓഫ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ. അപ്പോൾ മൈനസ് ജെ സ്ക്വയർ പുറത്തേക്ക് എടുത്തു, 2 മ്യൂ എന്നുള്ളതും പുറത്തേക്ക് എടുത്തു, ആർ സ്ക്വയറിന് പകരം മൈനസ് 2 ഡിവൈഡ് ബൈ ആർ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും പ്ലസ് ആയി, 2 ക്യാൻസൽ ചെയ്തു, ജെ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ ആർ ക്യൂബ് എന്ന് വരും. അപ്പോൾ റിസൾട്ട് സെയിം ആണ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ ചെയ്തു. അപ്പോൾ മ്യൂ ആർ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ.
ഇനി ഇവിടെ ഡോ ബൈ ഡോ ആർ വരുന്നുണ്ട്, രണ്ട് കേസിന് വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പുറത്തേക്ക് എടുക്കുന്നു. സോ ഡോ ഡിവൈഡ് ബൈ ഡോ ആർ ഈക്വൽ ടു, ഇവിടെ മ്യൂ ആർ ഡബിൾ ഡോട്ട് ഉണ്ട്, ദറ്റ് ഈസ് ഈക്വൽ ടു ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ പ്ലസ് വി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈഡ് ബൈ ആർ ഡോട്ട്, ആർ ഡോട്ട് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ മ്യൂ ആർ ഡബിൾ ഡോട്ട് ആർ ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ആർ ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ പ്ലസ് വി ഇൻറ്റു ആർ ഡോട്ട്. ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡോ ആർ ഡിവൈഡ് ബൈ ഡോ ടി എന്നതാണ്. അപ്പോൾ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കാം, ഡോ ബൈ ഡോ ആർ ഓഫ് ഡോ ആർ ഡിവൈഡ് ബൈ ഡോ ടി, അത് എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും, മൈനസ് ഡോ ബൈ ഡോ ടിക്ക് ഈക്വൽ ആയിരിക്കും. മാത്രമല്ല ഇവിടെയും ഒരു ടേം വരുന്നുണ്ട്, മ്യൂ ആർ ഡബിൾ ഡോട്ട് ഇൻറ്റു ആർ ഡോട്ട്. അപ്പോൾ ഇതിന് ഞാൻ മാച്ച് ചെയ്താൻ പോവാണ്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ടി ഓഫ് ഹാഫ് ഇൻറ്റു മ്യൂ ഇൻറ്റു ആർ ഡോട്ട് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ടി ഓഫ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ പ്ലസ് വി എന്ന് എഴുതാം. നോക്കാം, അവിടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഹാഫ് ഇൻറ്റു മ്യൂ പുറത്തേക്ക് എടുക്കാം, ആർ ഡോട്ട് സ്ക്വയർ 2 ആർ ഡോട്ട് ഇൻറ്റു ഡോ ആർ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ ടി. ഇക്വേഷൻ ഇവിടെ ഈ രീതിയിലേക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഇനി രണ്ടും ഡോട്ടി ആണ്, രണ്ടും ഒരുമിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ ടി ഓഫ് ഹാഫ് ഇൻറ്റു മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ പ്ലസ് വി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. പ്ലസ് വരാനുള്ള കാരണം ഈ മൈനസ് ഇതിനും കൂടി ബാധകമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻഷ്യൽ 0 ആയിട്ടാണ് കിട്ടുന്നത്. സോ ദിസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. കാരണം ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഹാഫ് ഇൻറ്റു മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ പ്ലസ് വി is a constant. That constant is called the energy of the system. energy പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ ദാറ്റ് ഇസ് എ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ എനർജി ആയിരിക്കും, ദാറ്റ് ഈസ് ഇ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ ഇ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനുള്ള കാരണം. ഫ്രം ദിസ് ഇതിന് നമുക്ക് ആർ ഡോട്ടിൻ്റെ വാല്യൂ നമുക്ക് കാണണം. ആർ ഡോട്ടിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി ആർ ഡോട്ട് സ്ക്വയർ എന്നുള്ള ടേം ഇവിടെ നിർത്തി ബാക്കി എല്ലാ ടേമിനും ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പോൾ ആർ ഡോട്ട് ഈക്വൽ ടു, ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ ആർ ഡിവൈഡ് ബൈ ഡോ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഡി ആർ ഡിവൈഡ് ബൈ ഡി ടി. ആർ ഡോട്ട് ഇസ് ഈക്വൽ ടു ടൈം ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഡി ആർ ഡിവൈഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് നമുക്ക് ഇവിടെ എനർജി എന്നുള്ള ടേംസ് വരുന്നുണ്ട്. ഈ രണ്ട് ടേമിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ മൈനസ് വി എന്നുള്ള ടേം വരുന്നുണ്ട്. പിന്നെ ഇവിടെ 2 മ്യൂ, അതിവിടെ 2 ഡിവൈഡ് ബൈ മ്യൂ വരുന്നുണ്ട്. പിന്നെ സ്ക്വയർ റൂട്ടും ചെയ്യണം. ഇത്രയായിരിക്കും അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ റൂട്ട് ഓഫ് 2 ഡിവൈഡ് ബൈ മ്യൂ ഇ മൈനസ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ മൈനസ് വി എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഫ്രം ദിസ് ഡി ടി ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഡി ടി ഈക്വൽ ടു ഡി ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ മ്യൂ ഇ മൈനസ് വി മൈനസ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഡി ടി ഈക്വൽ ടു ഡി ആർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2 ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു ഇ മൈനസ് വി മൈനസ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ. ഓക്കെ, ഇനി വി ഹാവ് ജെ ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്നതാണ്. ഫ്രം ദിസ് തീറ്റ ഡോട്ട് ഈക്വൽ ടു ജെ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ ഡിവൈഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. ഫ്രം ദിസ് ഡി തീറ്റ ഈക്വൽ ടു
ജെ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടി. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3 എന്നുള്ളത് ഡി ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 ഡി ടി, ആ ടേം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി തീറ്റ ഈക്വൽ ടു ജെ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ ഡി ടി. ഡി ടിക്ക് പകരം ഡി ആർ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡ് ബൈ മ്യൂ ഇ മൈനസ് വി മൈനസ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ സ്ക്വയർ റൂട്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റി. അപ്പോൾ ഡി തീറ്റ ഈക്വൽ ടു ജെ ഡിവൈഡ് ബൈ മ്യൂ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ബൈ മ്യൂ ഇൻറ്റു ഇ മൈനസ് വി മൈനസ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ. ഇപ്പോൾ ഡി തീറ്റ കിട്ടി. ഫ്രം ദിസ് തീറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ജെ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡ് ബൈ മ്യൂ ഇ മൈനസ് വി മൈനസ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ സ്ക്വയർ റൂട്ട് എഴുതാണ്. പ്ലസ് ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് തീറ്റ ഡാഷ്. ഓക്കെ, ഫ്രം ദിസ് തീറ്റ ഡാഷ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ തീറ്റ മൈനസ് തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ജെ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. ഓക്കെ, then dr divided by root of 2 divided by mu e minus v minus j square divided by 2 mu r square എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ യു എന്നുള്ള ഒരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വെർ യു ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ. ഓക്കെ, sorry, v is equal to potential energy is equal to minus k by r, that is equal to minus ku, where u is equal to 1 by r. ഇപ്പോൾ u is equal to 1 by r എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് കെ ബൈ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ യു എന്ന് കിട്ടും. ദെൻ ഫ്രം ദിസ് ഡി യു is equal to മൈനസ് 1 by r സ്ക്വയർ ഇൻറ്റു ഡി ആർ. ഓക്കെ, അപ്പോൾ ഡി യു is equal to this quantity. അപ്പോൾ ഫ്രം ദിസ് ഡി ആർ is equal to എങ്ങനെ എഴുതാം? ഡി ആർ എന്ന് പറഞ്ഞാൽ മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ഡി യു എന്ന് എഴുതാം. മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ഡി യു. മൈനസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഡി യു ഡിവൈഡ് ബൈ യു സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, കാരണം 1 ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആണ്. ഇപ്പം 1 ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ യു സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഡി ആർ ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ ഈ ടേമിനെ കംപ്ലീറ്റ് നമ്മൾ എന്തിലേക്ക് മാറ്റാണ്? യുവിൻ്റെ ടേംസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ചേഞ്ച് വരുത്താണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. സോ തീറ്റ മൈനസ് തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ, ഇവിടെ നോക്കാം, ജെ ഡിവൈഡ് ബൈ മ്യൂ, അത് കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. 1 ബൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് യു സ്ക്വയർ. ഡി ആർ, ഡി ആറിന് പകരം മൈനസ് ഡി യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡ് ബൈ മ്യൂ ഇ മൈനസ് വി, വിക്ക് പകരം എന്ത് കൊടുക്കാം? പ്ലസ് കെ യു മൈനസ് ജെ സ്ക്വയർ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മ്യൂ സ്ക്വയർ റൂട്ട്. ഓക്കെ, ഇനി ഇവിടെ യു സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള ടേംസ് നമുക്ക് ഇവിടെ നോക്കാം. ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ എന്നുള്ള ടേം നമുക്ക് ഇവിടെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ യു സ്ക്വയറും ക്യാൻസൽ ചെയ്തു. അത് ഒന്നാമത്തെ കേസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ഇവിടെ ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ എന്നുള്ള ടേംസ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുന്നത് തീറ്റ മൈനസ് തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു
മൈനസ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്, മൈനസ് ജെ ഡിവൈഡഡ് ബൈ മ്യൂ ഡി യു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ബൈ മ്യൂ ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മ്യൂ then 2 mu e divided by j square plus 2 mu k u divided by j square minus u square എന്നായിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, ദെൻ ഇവിടെ 2 ഈ 2 ക്യാൻസൽ ചെയ്തു, ജെ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ സ്ക്വയർ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം, അതും ഈ വാല്യൂ നമുക്ക് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോയി. ചെയ്യുന്നത് ഇവിടെ ജെ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ സ്ക്വയർ ഉണ്ട്, അത് സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ ജെ ഡിവൈഡ് ബൈ മ്യൂ, ഇവിടെയും ജെ ബൈ മ്യൂ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ജെ ബൈ മ്യൂ വരും, രണ്ടും ക്യാൻസൽ ചെയ്തു. സോ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഡി യു ഡിവൈഡഡ് ബൈ 2 മ്യൂ ഇ ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ പ്ലസ് 2 മ്യൂ കെ യു ഡിവൈഡ് ബൈ ജെ സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടി. Okay, that is equal to theta minus theta dash. ഓക്കെ, ഇനി നമ്മൾ ഈ ഡിനോമിനേറ്ററിലെ ടേംസ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നുള്ളത് ഇവിടെ 2 മ്യൂ ഇ ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ജെ റേസ് ടു 4 all raised to square all square minus u minus mu k divided by j square that is equal to ഇവിടെ നോക്കാം, ഇവിടെ ഉണ്ട് ഇതാ, ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട്, അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇപ്പോൾ 2 മ്യൂ ഇ ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ജെ റേസ് ടു 4 മൈനസ് ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ യു സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ജെ റേസ് ടു 4 പ്ലസ് 2 യു മ്യൂ കെ ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മ്യൂ ഇ ഡിവൈഡ് ബൈ ജെ സ്ക്വയർ, ഇവിടെ നോക്കാം മ്യൂ സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ജെ റേസ് ടു 4, ഇവിടെ ഈ ടേം ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി, മൈനസ് യു സ്ക്വയർ പ്ലസ് 2 മ്യൂ കെ യു ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ. ഈ ഇക്വേഷനല്ല നമുക്ക് ഈ ബ്രാക്കറ്റ് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ടേംസ്, ഈ സ്ക്വയർ റൂട്ടിൻ്റെ ടേംസിന് പകരം നമുക്ക് ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു theta minus theta dash is equal to minus of integral du divided by 2 mu e divided by j square plus mu square k square divided by j raised to 4 all raised to 1 by 2 square minus u മൈനസ് മ്യൂ കെ ഡിവൈഡ് ബൈ ജെ സ്ക്വയർ പിന്നെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്വയർ റൂട്ടും വരുന്നുണ്ട്. ഓക്കെ, മൊത്തമായിട്ട് സ്ക്വയർ റൂട്ടും വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ യുവിൻ്റെ ഫംഗ്ഷൻ വരുന്നുണ്ട്, യു കൊണ്ടാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, യുവിൻ്റെ ടേംസ് വരാത്തൊരു എന്താ പറയുക വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഈ ഒരു ഫോർമുലയാണ് നമുക്ക് വന്നിട്ടുള്ളത്. എ സ്ക്വയർ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ്, ഇവിടെ എക്സിൻ്റെ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, മൈനസ് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ബൈ എ എന്നതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് റിലേഷൻ. അപ്പോൾ ആ റിലേഷൻ വെച്ച് നമ്മൾക്ക് ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതണം. സോ വി ഗെറ്റ്, നമുക്ക് തീറ്റ മൈനസ് തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ബൈ എ, എക്സ് എന്ന് പറഞ്ഞാൽ യു മൈനസ് മ്യൂ കെ ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ 2 മ്യൂ ഇ ഡിവൈഡ് ബൈ ജെ സ്ക്വയർ പ്ലസ്
mu square k square divided by j raised to 4 all raised to 1/2 എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഫ്രം ദിസ് കോസിന് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ദെൻ ഇതിനെയും കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ്, നമുക്ക് യു മൈനസ് മ്യൂ കെ ഡിവൈഡ് ബൈ ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 mu e divided by j square plus mu square k square divided by j raised to 4 all raised to 1/2 cos theta minus theta dash എന്ന് കിട്ടും. ഓക്കെ, ഫ്രം ദിസ് u is equal to mu k divided by j square plus 2 mu e divided by j square plus mu square k square divided by j raised to 4 all raised to 1/2 cos theta minus theta dash എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് ഇവിടെ ഒരു മ്യൂ സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ജെ സ്ക്വയർ ഓൾ റേസ്റ്റ് 4 ഉണ്ട്. ആ ടേമിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്, ഈ ടേമിൻ്റെ പുറത്തേക്ക്. അങ്ങനെയാണെങ്കിൽ യു ഈക്വൽ ടു മ്യൂ കെ ഡിവൈഡ് ബൈ ജെ സ്ക്വയർ പ്ലസ് മ്യൂ കെ ഡിവൈഡ് ബൈ ജെ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. കാരണം ഇവിടെ സ്ക്വയർ റൂട്ട് വരുന്നുണ്ട്, പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൽ സ്ക്വയർ റൂട്ട് നമ്മളാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2 mu e divided by j square into j raised to 4 divided by 2 mu square k square plus 1 all raised to 1/2 cos theta minus theta dash. ഇനി ഇവിടെ മ്യൂ കെ ഡിവൈഡ് ബൈ ജെ സ്ക്വയർ ഉണ്ട്, ഇവിടെയും വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. സോ യു ഈക്വൽ ടു മ്യൂ കെ ഡിവൈഡ് ബൈ ജെ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഇവിടെ നോക്കാം, മ്യൂ സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും, ജെ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 2 mu e മ്യൂ ക്യാൻസൽ ചെയ്ത് പോകും, 2 e j സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ കെ സ്ക്വയർ പ്ലസ് 1 all raised to 1/2 cos theta minus theta dash എന്ന് കിട്ടി. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, കോണിക് ഇക്വേഷൻ്റെ റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ചെറിയ ക്ലാസ്സിൽ. എങ്ങനെയാണ് കോണിക് ഇക്വേഷൻ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതായത് കോണിക് ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ദറ്റ് ഈസ് 1/r is equal to c into 1 plus epsilon cos theta minus theta dash എന്നുള്ള ഒരു റിലേഷനാണ് എന്ത് ചെയ്യുക, കോണിക് ഇക്വേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ യു എന്ന് പറഞ്ഞാൽ 1/r ആണ്. സിക്ക് പകരം നമുക്ക് എന്ത് കിട്ടും, സി ഈക്വൽ ടു മ്യൂ കെ ഡിവൈഡ് ബൈ ജെ സ്ക്വയർ കിട്ടും. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 e j സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ കെ സ്ക്വയർ പ്ലസ് 1 ഓൾ റേസ് ടു 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറയാം, ഈ ഒരു കോണിക് ഇക്വേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിം റിലേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇക്വേഷൻ നമ്പർ 4 ഈസ് കോൾഡ്, ഇക്വേഷൻ നമ്പർ 4 നമുക്ക് എന്ത് പറയാം, ഒരു കോണിക് ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. കാരണം നമ്മൾ ജനറൽ ഇക്വേഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അല്ല, കറക്റ്റ് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇക്വേഷൻ നമ്പർ 4 ഈസ് കോൾഡ് ദ കോണിക് ഇക്വേഷൻ. ഇനി കോണിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 4 തരത്തിലുള്ള ഒരു പാത്തിനെയാണ് ഒരു കോണിക് ഇക്വേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. 4 തരത്തിലുള്ള പാത്ത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പാത്ത് എന്ന് പറയുന്നത് ഹൈപ്പർബോള എന്നുള്ളൊരു കേസാണ്. രണ്ടാമത്തത് എലിപ്സ്, മൂന്നാമത്തത് പാരാബോള, നാലാമത്തത് സർക്കിൾ. ഇങ്ങനെ 4 പാത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ജനറൽ ഇക്വേഷനാണ് ഈ കോണിക് ഇക്വേഷൻ എന്ന് പറയുന്നത്.
ഈ പാത്ത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എപ്സിലോണിന്റെ വാല്യൂക്ക് അനുസരിച്ചാണ്. എപ്സിലോണിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഈസ് കോൾഡ് എസിസെൻട്രിറ്റി എന്നാണ് അതിൽ പറയാം. എസിസെൻട്രിറ്റി. ഓക്കെ, അപ്പോൾ ഈ എസിസെൻട്രിറ്റിയുടെ വാല്യൂക്ക് അനുസരിച്ചാണ് നമ്മൾ ഈ പാത്ത് ഏത് തരത്തിലുള്ള പാത്താണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹൈപ്പർബോൾ ആണെങ്കിൽ എസിസെൻട്രിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. എലിപ്സ് ആണെങ്കിൽ ഈസ് ലെസ് ദാൻ 1. പാരാബോൾ ആണെങ്കിൽ ഈസ് ഈക്വൽ ടു 1. സർക്കിൾ ആണെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു 0 എന്നതായിരിക്കണം. അപ്പോൾ ഹൈപ്പർബോൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, എലിപ്സ് ആണെങ്കിൽ ലെസ് ദാൻ 1, പാരാബോൾ ആണെങ്കിൽ 1, സർക്കിൾ ആണെങ്കിൽ 0 എന്നതായിരിക്കണം. നമുക്കറിയാം ഒരു എന്താ പറയുക, പ്ലാനറ്റ് എപ്പോഴും റിവോൾവ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് പാത്തായിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലേ? ക്ലോസ്ഡ് പാത്ത് വെച്ചിട്ടാണ് പ്ലാനറ്റ് എപ്പോഴും റിവോൾവ് ചെയ്യുക. സോ നമുക്ക് ഹൈപ്പർബോള എന്നുള്ള സജഷനും പാരാബോള എന്നുള്ള സജഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. കാരണം ദ പ്ലാനറ്റ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ സൺ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ്. സോ ഹൈപ്പർബോള ആൻഡ് പാരാബോള ആർ ദ റിമൂവിങ് ഫ്രം ദിസ് കാറ്റഗറീസ്. പിന്നെ ഉള്ളത് എലിപ്സും സർക്കിളുമാണ്. എലിപ്സും സർക്കിളും, അതിൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ്. എപ്സിലോൺ 0 ആവാം എന്ന് പറഞ്ഞാൽ 2e² ഡിവൈഡ് ബൈ μk² വാല്യൂ -1 ആവണം. ഓക്കെ, 2e² ഡിവൈഡ് ബൈ μk² വാല്യൂ -1 ആവണം. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം എനർജി എന്ന് പറഞ്ഞത് ഒരിക്കലും എന്ത് ചെയ്യില്ല, അതായത് ഇവിടെ ഈക്വൽ ടു 0 വരണമെങ്കിൽ ഈ ടേം -1 ആവണം. -1 ആവാന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒന്നെങ്കിൽ ഇതിൻ്റെ വാല്യൂ -1 ആവണം. അപ്പോൾ -1 ആവാന്ന് പറഞ്ഞാൽ ഇവിടെ എനർജി എന്ന് പറയുന്നത്, എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു -k ഡിവൈഡ് ബൈ 2a. പക്ഷെ അതെന്തല്ല, ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഒന്നും ഇതിൽ വരുന്നില്ല, എനർജിൻ്റെ ടേംസിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്സിലോൺ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന ഒരു കണ്ടീഷൻ എന്ത് ചെയ്യില്ല, വരില്ല. എനർജി നെഗറ്റീവാണ് ഇവിടെ വരുന്നത്. നേരത്തെ പറഞ്ഞ എനർജി നെഗറ്റീവാണ് കിട്ടുന്നത് -k ഡിവൈഡ് ബൈ 2a. പക്ഷേ ഇവിടെ ഒരിക്കലും -1 എന്നുള്ള ക്വാണ്ടിറ്റി വരില്ല, കാരണം ക്യാൻസൽ ചെയ്ത് പോവില്ല. ഇവിടെ നമുക്ക് 2e² μk² എന്നുള്ള വാല്യൂ, അതിലേക്ക് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും -1 എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തുന്നില്ല. ഓക്കെ, സോ എപ്സിലോൺ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എന്ത് ചെയ്യില്ല, അവിടെ വരില്ല. സോ നമുക്ക് ചാൻസ് ഉള്ളത് ഏത് മാത്രമാണ്? ഇസ് ലെസ് ദാൻ 1 എന്നുള്ള കേസ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, പോസിബിൾ ആവുള്ളൂ. ലെസ് ദാൻ 1 എന്ന് പറയാനുള്ള കാരണം എനർജീസ് നെഗറ്റീവാണ്. സോ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 എന്നുള്ള കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യും, പോകും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു പാത്ത്, അതായത് ഒരു പ്ലാനറ്റ് ഒരു സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് എലിപ്സ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ലെസ് ദാൻ 1 നമുക്ക് പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും ലെസ് ദാൻ 1 എന്നുള്ളൊരു കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു പാത്ത് അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, ഓർബിറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ആൻ എലിപ്സ് എന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ലോൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലോയിലേക്ക് പോകാം, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.